കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച്. ഇന്നലെ മുതൽ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വന്ന് ദുരനുഭവം ഉണ്ടായ ഒരു പലരും വിളിച്ചിട്ടുണ്ട്. ക്യാൻസർ ഇല്ലാതെ കീമോ കിട്ടിയവർ, 9 മണിക്കൂർ സ്ട്രോക്ക് ആയിട്ടും ചികിത്സ ലഭിക്കാത്തവർ, ഇവരുൾപ്പെടെ പലരും നമ്മളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടും പരാതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചികിത്സാ രംഗത്തെക്കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരന്റെ ആശ്രയമായ അവകാശമായ ചികിത്സ, ആ ചികിത്സ നിഷേധിക്കുവാൻ ആര് ശ്രമിച്ചാലും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കത്തില്ല. ഇവിടെ ഈ കുടുംബത്തിന് നീതി കിട്ടുക എന്നുള്ളത് UDFന്റെ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ്. അത് മാത്രമല്ല പൊതുസമൂഹം, ഞാൻ ഈ കുടുംബത്തോട് അല്പം ഒരു വിദേശ രാജ്യത്താണ് സംഭവിക്കുന്നതെങ്കിൽ ആ മന്ത്രി ആ സ്ഥാനത്ത് കാണില്ല. ഇവിടുത്തെ ആ മരിച്ച അമ്മയുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്നെ ഇതുവരെ ആരും ഫോണിൽ വിളിച്ചിട്ടില്ല എന്ന്. അറ്റ്ലീസ്റ്റ് ഒരു അനുശോചനം പറയുവാനെങ്കിലും ഒന്ന് വിളിക്കണം. ഞങ്ങള് പേടിച്ചാ വരുന്നില്ല, ഷോ അണിക്കും എന്ന് പേടിച്ചാ വരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ വേണേ മാറി തന്നെ പോട്ടെ, ഫോണിൽ വിളിക്കും. അറ്റ്ലീസ്റ്റ് മന്ത്രി ഒരു ഫോണിലെങ്കിലും വിളിച്ച് ഒന്ന് പറയണം. മുഖ്യമന്ത്രി ഇന്നലെ അവിടം വരെ ഉണ്ടായിട്ട് വന്നിട്ട് ഇവരെ കാണാതെ പോയതല്ലേ. മുഖ്യമന്ത്രി അവിടം വരെ വന്നിട്ടും കാണാതെ പോയതും അത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും. പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാർ ഇന്നലെ പറഞ്ഞ പോലെ ജുഡീഷ്യൽ അന്വേഷണം. കാരണം ഇത് കളക്ടർ അന്വേഷിച്ചാൽ കളക്ടറിന്റെ മേളിലുള്ളവരും താഴെയുള്ളവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവാണ്. സത്യം പുറത്തു വരുമോ? കളക്ടറിന്റെ മേളിലും താഴെയുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം കളക്ടർ അന്വേഷിച്ചാൽ എന്താ പുറത്തു വരുന്നത്? ഈ ആശുപത്രിയുടെ പ്രവർത്തനം നമ്മൾ കണ്ട പാടല്ലാതെ നിങ്ങൾ കണ്ടോ? 12ാം വാർഡ് പോയോ? ഞങ്ങൾ 12ാം വാർഡിൽ പോയി. അവിടുത്തെ ബാത്റൂം കണ്ടപ്പോ എപ്പോ വേണേ തകരാന്നുള്ളതാ. അത് കഴിഞ്ഞ് ഞാൻ മെൻസ് ഹോസ്റ്റലിൽ പോയി. അവിടെയും മെൻസ് ഹോസ്റ്റൽ 60 വർഷം പഴക്കം ചെന്നതാ. പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. ആ പെയിന്റിന്റെ പുറത്ത് ആ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? അടിയന്തരമായി ഇടപെടലാണ് ഇതിനകത്ത് ആവശ്യം. അതെന്താണ്? പുതിയ ഒരു ഹോസ്പിറ്റൽ കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റാം. എന്താ മാറ്റാത്ത? ഇന്നലെ മാറ്റിയല്ലോ. എന്തുകൊണ്ടാ ഇന്നലെ വരെ കാത്തിരുന്ന്? ഇന്നലെ സംഭവം ഉണ്ടാകാൻ വരെ കാത്തിരുന്നത് എന്താ? അതിന് എന്തു ആയിക്കോട്ടെ, ആ ഒരു കാര്യമല്ലേ, ഈ ഒരു കാര്യമല്ലേ നമ്മുടെ ഡോക്ടർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അങ്ങോട്ട് മാറ്റാത്തതിന് കാരണം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുവാൻ സാധനങ്ങളില്ല. അതേ കാര്യം ഒരു ഡോക്ടർ സൂചിപ്പിച്ചു. ഇത് തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടും ഉള്ള എല്ലാ അവസ്ഥ ഇതാണ്. ഞാൻ വിചാരിച്ചു 14 ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. തിരുവനന്തപുരത്ത് എക്സ്ട്രാ ഒരു മെഡിക്കൽ കോളേജ് കൂടി. എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തതെന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം ഫണ്ടില്ല ഇത് ചെയ്യുവാൻ, ഇത് തുടങ്ങുവാൻ. തസ്തികയില്ല. തസ്തികയുടെ കാര്യം പറയാതിരിക്കുന്നില്ല, പുറം വാതിലൂടെ ഒത്തിരി പേരെ കയറ്റുന്നു. പക്ഷെ ഞങ്ങളിവിടെ ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നില്ല. ഒറ്റ കാര്യം സർക്കാർ ചെയ്താൽ മതി, ഇവരുടെ ഈ കുടുംബത്തിന് നീതി നടപ്പിലാക്കി കൊടുക്കുക. ഇവിടെ ഒരു കുടുംബത്തിലെ അംഗത്തിന് ജോലി കൊടുക്കുക, ആ 25 ലക്ഷം രൂപ കൊടുക്കുക. ഒപ്പം ആ കുടുംബത്തിന് ദത്തെടുക്കുവാനുള്ള സാഹചര്യം, ആ കുട്ടിയുടെ ചികിത്സ തീർച്ചയായിട്ടും സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.